അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാക്കപ്പഴത്തിൻ്റെ ഒരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. കാക്കപ്പഴം മിൽക്ക് ഗ്ലാസ് പുഡിങ്. അപ്പോൾ ആദ്യം തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഒരു സബ്ബൊക്കെ കണ്ട് കൊടുത്താളി കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ. ഗ്ലാസ് പുഡിങ്ങാണ്, നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. കാക്കപ്പഴം വെച്ചിട്ടുള്ള പുഡിങ് ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിത് കിട്ടിയപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഇതാണ് കാക്കപ്പഴം. ഇപ്പോൾ എല്ലാ ഫ്രൂട്ട് കടകളിലും കിട്ടുന്നുണ്ട് കാക്കപ്പഴം കേട്ടോ. അപ്പോൾ ഇത് കഴുകിയെടുത്തതാണ് ഞാൻ. ഇനി ഇതിൻ്റെ ഞെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് മുറിച്ചിട്ട് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞെടുക്കാം. തോലിട്ട് അടിച്ചാൽ ഒരു തരിതരിപ്പുണ്ടാവും. അപ്പോൾ അത് വേണ്ട, തോല് നന്നായി ചെത്തി കളയണം. ഇതാണ്, ഇങ്ങനെയാണ് ഇത് മുറിച്ചാലുള്ളത്. ഇതിൻ്റെ എപ്പോഴെങ്കിലും ഓരോന്നിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു 2 കുരു 3 കുരുവൊക്കെ കാണും. അല്ലാതെ സ്ഥിരമായിട്ട് എല്ലാത്തിൻ്റെ ഉള്ളിലും കുരു ഇല്ല കേട്ടോ. അതിങ്ങനെ ഫുള്ള് ഞാൻ തോല് എത്തി കളഞ്ഞിട്ടുണ്ട്. ഇതങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കുരു ഉണ്ടാകുന്നതെന്ന് നോക്കിയിട്ട് തോല് എത്തിയെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു പഴമാണിത്. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും തോലൊക്കെ ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്ത് വെക്കണം. വെള്ളമൊന്നും കൂട്ടാതെ ഒന്ന് അരച്ചെടുക്കട്ടെ. ഇങ്ങനെ ജലാറ്റിനാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് തണുത്ത വെള്ളമാണ്. 1/2 കപ്പിൽ 1 ടീസ്പൂൺ കുറവുണ്ടാവും. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ഇട്ടിട്ട് ഒന്ന് ഇളക്കി, നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് 5 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ചൈന ഗ്രാസാണ്. ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു 1/4 കപ്പ് ചുടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുകയാണ്. അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ജലാറ്റിൻ ഇങ്ങോട്ട് എടുത്തിട്ട് ഇത് നോക്കുക. അപ്പോൾ ഇതൊന്നിങ്ങനെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ. അതിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് വേണ്ട, അപ്പോഴേക്കും ഇത് നന്നായി അലിഞ്ഞ് കിട്ടും. ഇതുപോലെ വെള്ളം പോലെ ആയി കിട്ടും. അപ്പോൾ അതിന് മാറ്റിയിട്ട് ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1/2 കപ്പ് ചുടുവെള്ളമാണ് ഒഴിച്ചത്. തിളപ്പിച്ച് വെച്ച വെള്ളമായിരുന്നു, എന്നാലും നന്നായി ചൂടാറിയിട്ടില്ല. വിരലിട്ടാൽ ചൂടുണ്ട്, ആ രൂപത്തിലുള്ള വെള്ളമാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച കാക്കപ്പഴം കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്നത് അതിലൊരു ചെറിയ കറുത്ത ചെറിയൊരു പൊടി പോലുള്ളൊരു സാധനം ഉണ്ട് ഈ കാക്കപ്പഴത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിങ്ങനെ പുഡിങ്ങിൽ കാണുമ്പോൾ അല്ല, ഗ്ലാസ് പുഡിങ് അല്ലേ അത്. അപ്പോൾ അതിലിങ്ങനെ കാണുന്നത് കാണുമ്പോൾ ഒരു ഇതാണ്. അപ്പോൾ അത് നമുക്ക് പുഡിങ് ട്രേയിൽ തന്നെയാണ് ഞാൻ ഒഴിച്ച് വെച്ചത്. ഇനി അത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ചൈന ഗ്രാസ് അലിയിക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ലിറ്റർ പാല്, അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ചതിന് ശേഷം തീ ഒന്ന് കുറച്ചിട്ടിട്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടി നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒന്നുകൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റായി വന്നിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്യാം. ഞാൻ PC ബുക്കും വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി തണുപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഗ്ലാസ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഈ കൂട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും കൂടെ ക്രഷ് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ഡെക്കറേഷന് വേണ്ടി വെറുതെ ഒന്ന് ചേർത്ത് കൊടുത്താണ്. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 3 to 4 മണിക്കൂറെങ്കിലും ഇതൊന്ന് തണുപ്പിക്കാൻ വെക്കണം. അപ്പോൾ എനിക്ക് അത്ര സമയം കിട്ടിയിട്ടില്ല കേട്ടോ, ഞാൻ 2 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ എടുത്തിട്ടുണ്ട്. നന്നായി കൊണ്ട് സെറ്റായി കിട്ടിയിട്ടില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. നല്ല സൂപ്പറാണ് ഇത് കേട്ടോ. കാക്കപ്പഴം ഗ്ലാസ് പുഡിങ് അല്ലേ, മിൽക്ക് ഗ്ലാസ് പുഡിങ് എന്ന് പറയുന്നത് നമുക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക.